ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡ്രസ്സിനാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് റെസിന് ഹാർഡറിലൂടെ ഒരു പേപ്പർ കപ്പിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 3 സ്പൂൺ റെസിനും 1.5 സ്പൂൺ ഹാർഡറുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ ഒരു ഇയറിംഗ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിയൊന്നും ഇല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ടേപ്പിൻ്റെ ആ പശയുള്ള ഭാഗം വെച്ചിട്ടൊന്ന് പൊടിയെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും ലീവ്സുമാണ് എടുത്തിരിക്കുന്നത്. ഈ ലീവ്സ് ഞാൻ തന്നെ വീട്ടിൽ ട്രൈ ചെയ്തുണ്ടാക്കിയതാണ്. എന്നിട്ട് ചെറിയൊരു ബ്ലൂ കളറ് ഫ്ലവേഴ്സ് 2 ഓരോ മോൾഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള റെസിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുകളിലായിട്ട്. ഇനി അടുത്തായിട്ട് ആൽഫബറ്റ് കൊണ്ടുള്ള കീ ചെയിൻസ് ആണ്. അത് കുറച്ച് മുന്നേ ചെയ്തതുപോലെ തന്നെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് കളയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പിങ്ക് കളറ്, റാണി പിങ്ക് കളറ് ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് റെസിൻ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് പിങ്ക് കളറ് മിക്ക പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറച്ചുകൂടെ റെസിൻ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ബ്ലൂ കളറ് ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. റെസിൻ കിറ്റ് മേടിച്ചപ്പോൾ ആ കൂടെ കിട്ടിയതാണിത്. അതിലോട്ട് കുറച്ച് റെസിൻ ആഡ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് A-B ലെറ്റേഴ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്, കീ ചെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ആ ഒരു പിങ്ക് കളറ് റെസിൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ബ്ലൂ കളർ റെസിനും ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പായിട്ട്. അടുത്ത് ഓറഞ്ച് ഫാബ്രിക് പെയിൻറ്റിലോട്ട് റെസിൻ ആഡ് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൂ കളർ ഗ്ലിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൽഫബറ്റ്സ് 2 റെഡി ആയിട്ടുണ്ട്. അതിനി മാറ്റി വെച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ മൗൾഡുകളുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി വന്നിരുന്ന ആ റെസിനൊക്കെ വെച്ചിട്ട് ചെറിയ പെൻഡൻസ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹാർട്ട് അങ്ങനെ പല ഷേപ്പിലുള്ള പെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കീ ചെയിൻ്റെ കൂടെ ആഡ് ചെയ്യാനും അല്ലാതെയുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും പിങ്ക് കളർ ഒരു റെഡ് കളറായിട്ടാണ് തോന്നുന്നത്. ഇനി ബാക്കി വെച്ച് വന്നിരുന്ന ആ ഒരു റെസിൻ്റെ മിക്സ് വെച്ചിട്ട് 2 ഇയറിംഗ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. റെഡും ബ്ലൂ ഗ്ലിറ്ററും വെച്ചിട്ട് ഒരു ഇയറിംഗ് സെറ്റ് ഉണ്ടാക്കി. അടുത്തതായിട്ട് ബ്ലൂ ഗ്ലിറ്റർ മാത്രം വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് സെറ്റ് കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഡ്രൈ ആക്കി 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇത്തവണ ചെയ്ത റെസിൻസ് ആർട്ട് എന്ന് പറയുന്നത്. ചിലതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി കീച്ചേൻ്റെ റിങ്ങും അതുപോലെ ഇയറിംഗ് ഹുക്സൊക്കെ എടുത്തിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് റെസിനാർട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 ഇയറിങ്സാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ 2 കീ ചെയിൻസുമാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ റെസിൻ ആർട്ടിൻ്റെ ഫൈനൽ ലുക്സ് എന്ന് പറയുന്നത്. 3 ഇയറിങ്സും 2 കീ ചെയിനുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടതിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.